ഇപ്പോൾ പോലീസ് നേരത്തെ നമ്മൾ ഈ പ്രതി കീഴടങ്ങിയ ശേഷം പറഞ്ഞ കാര്യങ്ങൾ ആണ് നേരത്തെ പറഞ്ഞത്. എന്താണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. പ്രതി പറഞ്ഞതുപോലെ അല്ല എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. മോട്ടീവ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അതാണ് മോട്ടീവ് എന്നൊക്കെ പോലീസിന് സംശയങ്ങളുണ്ട്. പക്ഷേ ഈ കൊലപാതകം നടത്തിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ വരുന്നുണ്ട്. പ്രതി സഞ്ചരിച്ച CCTV ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രതിയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ കൊലപാതകത്തിന് വേണ്ടി പ്രതി സഞ്ചരിക്കുന്ന ദൃശ്യമാണ്. അതിൻ്റെ CCTV ആണ്. അതായത് ഇയാളൊരു ബൈക്കിൽ ഒരു ബാക്ക് പാക്കും ഒക്കെ ഇട്ട് പോകുന്ന ദൃശ്യമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളടക്കം പോലീസിന് തെളിവുകൾ ശേഖരിച്ച ശേഷം പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്ന ഒരു കാര്യം, പ്രതി ആദ്യം ആക്രമിച്ചത് ഉമ്മുമ്മയല്ല, സ്വന്തം അമ്മയെയാണ് എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ പറയുന്നത് അവർക്ക് കിട്ടിയ ഏകദേശം ഒരു ചിത്രം ഇങ്ങനെയാണ്. വീട്ടിൽ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാകുകയും ഒക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഈ അമ്മയെ ഇയാൾ ഈ കൊലപാതകത്തിനൊക്കെ തീരുമാനിച്ച ശേഷം ഇയാൾ അമ്മയെ ഷോള് കഴുത്തിൽ മുറുക്കി തലയ്ക്ക് അടിച്ച് അബോധാവസ്ഥയിലാക്കി മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത്. നേരെ പോകുന്നത് ഉമ്മുമ്മയുടെ അടുത്തേക്കാണ്. അവിടെ പോയി അവരെ കൊലപ്പെടുത്തിയ ശേഷം മാല കവർന്നെടുത്തു. ആ മാലയുമായി വെഞ്ഞാറമൂട്ടിലേക്കാണ് പ്രതി വന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും പോലീസിന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. വെഞ്ഞാറമൂട്ടിലെ ഒരു സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ചു. ആ പണയം വെച്ച പണവും വാങ്ങി നിൽക്കുന്നതിനിടയിൽ ഈ കൊല്ലപ്പെട്ട പ്രതിയുടെ ബന്ധു വല്യച്ഛൻ വിളിക്കുകയാണ്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് ചുറ്റികയുമായി വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തി ആ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവിനെയും കൊലപ്പെടുത്തി. അതിനിടയിൽ ആ കൊലപാതകം നിർവഹിച്ച ശേഷം കാമുകിയെ വിളിച്ച് വീട്ടിൽ വന്ന അയാളുടെ മുറിയിലിരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും വെഞ്ഞാറമൂട് എത്തുമ്പോൾ ഈ കാമുകി അതിനകം തന്നെ വീട്ടിൽ വന്ന് ഇയാളുടെ വീട്ടിന് ഉള്ളിൽ എത്തിയിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട സഹോദരൻ പുറത്തെവിടെയോ കളിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ കാമുകിയുടെ തല അടിച്ചു പൊട്ടിച്ചു. അങ്ങനെ കൊലപാതകം നടത്തി. പിന്നീട് കുഴിമന്തി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് സഹോദരനെ വിളിച്ചു വരുത്തി കുഞ്ഞിൻ്റെ കൊലപാതകവും നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയതെന്നാണ് ഈ CCTVയും ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും പോലീസ് ഏകദേശം ഒരു ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രതി പറഞ്ഞത് നേരത്തെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ബാക്കി എല്ലാവരെയും ആക്രമിച്ചതെന്നായിരുന്നു. പക്ഷേ ആദ്യം അമ്മയ്ക്ക് നേരെയായിരുന്നു അതിക്രമം ഉണ്ടായത് എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഇതിലെല്ലാം വേണം. ആ പ്രതി കൊലപാതകത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങളുടെ ഒരു സ്റ്റിൽ ഫോട്ടോയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ദൃശ്യങ്ങൾ പോലീസ് ഇയാളുടെ സഞ്ചാരപഥത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് ഏതൊക്കെ സമയത്ത് പ്രതി എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അനുമാനങ്ങളിലേക്ക് പോലീസ് വരുന്നു. അതിലൊക്കെ കൃത്യതക്കുറവുണ്ട്. ഒരുപക്ഷെ നാളെ നേരം വെളുക്കുന്നതോടെ ഏകദേശം ഇതിൻ്റെ ഈ കൊലപാതകം എങ്ങനെയാണ് നടത്തിയത്, ഏതൊക്കെ രീതിയിലാണ് സഞ്ചരിച്ചത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇയാൾ ബൈക്കിലാണ് ഈ സ്ഥലങ്ങളിലേക്കെല്ലാം പോയത്. ഒരു ബാക്ക് പാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കൊലപാതകം ആസൂത്രിതം, അതിനു വേണ്ടുന്ന ആയുധമൊക്കെ കരുതിയായിരുന്നു ഇയാളുടെ സഞ്ചാരം എന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇനി ഏതൊക്കെ സമയത്താണ് ആരെയൊക്കെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യത്തിലും കൂടെ കുറച്ചുകൂടെ കൃത്യത വരണം. ഇയാളുടെ ഫോണിലേക്ക് ഈ കൊല്ലപ്പെട്ട ബന്ധു വിളിച്ചിരുന്നു എന്നുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. രതീഷ്, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനന്തൻ, ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയിലേക്ക് എത്ര സമയത്താണ് എങ്ങനെയാണ് നടത്തുക എന്ന കാര്യത്തിലൊക്കെ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ഗോകുൽ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അനന്തരം സൂചിപ്പിച്ച പോലെ അവിടെ 1-2 പേർ, പാങ്ങോട് ഭാഗത്താണ് ആദ്യത്തെ കൊലപാതകം, പാങ്ങോട്ടാണ് നടക്കുന്നത്. അവിടെ 1-2 പേർ വന്നു പോയി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ബൈക്കിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാം. അവിടെ 1-2 പേർ വന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ടോ? കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾ ഒറ്റയ്ക്ക് ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾക്കൊപ്പം മറ്റാരും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നത്. നേരത്തെ ഈ കൂടെ ആളുണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാരുടെ മൊഴി ലഭിച്ചപ്പം പോലീസ് സംശയിച്ചിരുന്നത് സഹോദരനെയും കൊണ്ടാണോ ഇയാൾ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് വന്നത് എന്നായിരുന്നു. എന്നാൽ പക്ഷേ പോലീസിന് അങ്ങനെ ഒരു രണ്ടാമതൊരാളുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനൊരു ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടില്ല. ഏതായാലും തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഫീൽഡിലുണ്ട്. പോലീസുകാരെല്ലാം പരമാവധി ഡിജിറ്റൽ തെളിവുകൾ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുകയാണ്. ഇയാൾ ഈ ഉമ്മുമ്മയുടെ മാല വെഞ്ഞാറമൂട് ഒരു സ്ഥാപനത്തിൽ പണയം വെച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി അത് എപ്പോഴാണ് എന്നൊക്കെയുള്ള സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നമുക്ക് പോലീസിന് ഓരോ കിട്ടുന്ന വിവരങ്ങൾ, അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, അതെല്ലാമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്.
പ്രതി ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നാണ് പോലീസിൻ്റെ ഈ ഘട്ടത്തിൽ ഈ തെളിവുകൾ ശേഖരിച്ചുള്ള അനുമാനത്തിൽ വ്യക്തമാകുന്നത്. ഇനി ഒരിക്കൽ കൂടി അയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യക്തത വരുന്നത്. അതിനൊപ്പം തന്നെ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, ഈ പ്രതി സ്വന്തം കാര്യത്തിൽ ഇപ്പോൾ വീട്ടിൽ കടമുണ്ട്, അച്ഛന് കടമുണ്ട്, ഗൾഫിലാണ്, കുടുങ്ങി നിൽക്കുകയാണ്, സാമ്പത്തികമായി ആരും സഹായിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ പ്രതി മറ്റൊരു പ്രശ്നം കൂടെ മുന്നോട്ട് വെക്കുന്നതായി പോലീസിന് സംശയമുണ്ട്. ചില മൊഴികൾ അങ്ങനെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിക്കൊപ്പം കല്യാണം കഴിക്കണം, ജീവിക്കണം, അതിന് പ്രതിക്ക് വരുമാനം വേണം, അല്ലെങ്കിൽ സാമ്പത്തികം വേണം, തനിക്ക് സ്വന്തമായി സാമ്പത്തികം വേണം എന്നുള്ളൊരു ആവശ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതി വീട്ടുകാരുമായി പങ്കുവച്ചിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ പോലീസിന് അങ്ങനെ ചില മൊഴികൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. കാരണം ബന്ധുക്കളൊക്കെ ആശയക്കുഴപ്പത്തിലാണ്, പലരും പല രീതിയിലാണ് മൊഴി നൽകുന്നത്. അപ്പോൾ ഈ മൊത്തത്തിൽ തനിക്ക് ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് ഒപ്പം താമസിപ്പിച്ചാൽ കഴിയാനുള്ള ഒരു സാമ്പത്തിക സഹായം വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല. അതിന് കാരണം പിതാവിൻ്റെ കടബാധ്യതയാണ് എന്നൊക്കെയുള്ള ചിന്തകളാണോ, അതെല്ലാം കൂടെ ചേർന്നപ്പോഴാണോ ഇയാളൊരു കൊലപാതകം എന്നുള്ള പ്ലാനിലേക്ക് പോയതെന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും ഇയാളുടെ പശ്ചാത്തലത്തെ കുറിച്ച് എന്തൊക്കെ കൂടുതൽ വരണം? കാരണം 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പശ്ചാത്തലം സംബന്ധിച്ച് ഇപ്പോഴും ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും പോലീസിന് നേരത്തെ തന്നെ അത് സംബന്ധിച്ച് ചില ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു. അതിൽ പോലീസ് കുറച്ചുകൂടി വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ പക്ഷേ ഈ കൊലപാതകത്തിൻ്റെ സമയത്ത് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഇയാൾ ഡ്രഗ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംശയമുണ്ട്. മാത്രമല്ല ഇയാളൊരു അങ്ങനെ സൗഹൃദ വലയമുള്ള ഒരാളല്ല. ഇയാൾ ഒരു ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു പ്രകൃതമാണ്. സാധാരണഗതിയിൽ ഈ പ്രായത്തിൽ യൗവനത്തിലേക്ക് കടക്കുന്ന പ്രായത്തിൽ ഒരുപാട് കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ സൗഹൃദ വലയം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശം കൂടിയാണല്ലോ വെഞ്ഞാറമൂടൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമ്മൾ നേരിട്ടും അന്വേഷിക്കുമ്പോഴും പല അവിടുത്തെ ചെറുപ്പക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് അവർക്കൊന്നും ഇയാളുമായിട്ടൊരു വ്യക്തിപരമായ അടുപ്പമൊന്നുമില്ല. എപ്പോഴും കാണുന്നത് ഈ സഹോദരനെയും കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതും ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഒക്കെയാണ്. സഹോദരനുമായിട്ടാണ് ഇയാളുടെ ഏറ്റവും അടുപ്പം എന്നുള്ളതാണ്. മറ്റ് സൗഹൃദ വലയം എവിടെയാണ് എന്നുള്ളത് ഇയാളുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്ക് അറിയില്ല. അവരുമായിട്ടൊന്നും വലിയ അടുപ്പം വെക്കുന്നില്ല. അപ്പോൾ കുറേ പോയിന്റ്സ് ഇതിനകത്ത് ഇനിയും ക്ലാരിറ്റി വരാനുണ്ട്. പ്രതി പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോലീസ് പോയിരിക്കുന്നു. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രതി പറഞ്ഞ റൂട്ടിൽ സമയത്തിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്നാണ്. അയാൾ ആദ്യം വന്ന് പറയുന്ന മൊഴി മാത്രമേ ഉള്ളൂ. അതിനുശേഷം മൊഴിയെടുപ്പ് നടന്നിട്ടില്ല. അയാൾ മൊഴിയെന്ന് പറയാൻ പറ്റില്ല. അയാൾ ഒരു കൺഫെഷൻ നടത്തുമ്പോൾ ഞാനിങ്ങനെ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ് അതിൻ്റെ കാരണമൊക്കെ പോലീസിനെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ എടുത്ത കാര്യങ്ങളാണ് ആദ്യം പോലീസിൻ്റെ വിവരം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനകത്ത് അമ്മയെ ആദ്യം ആക്രമിച്ചു എന്നുള്ളൊരു വിവരമാണ് പ്രധാനമായും ഇപ്പോൾ വരുന്നത്. അമ്മയെ അബോധാവസ്ഥയിലാക്കിയിട്ടാണ് ഇയാൾ പോയത്. അതുകൊണ്ടായിരിക്കാം അവരിപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ ഒരു ഇതിൽ തുടരുന്നത്. കാരണം അവിടെ മരണം ഉറപ്പാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കൊലപാതകം പിന്നീട് അയാളൊരു അറ്റംപ്റ്റ് അവിടെ നടത്തിയില്ല. ഈ വീട്ടിൽ വന്നതിന് ശേഷം ആ മുറി തുറന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്.